നിങ്ങളോടൊപ്പം പോലീസ് ഉണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് സമയം വിളിച്ചാലും പോലീസ് നിങ്ങളുടെ സഹായത്തിനെത്തും. പോലീസ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വിഷദ്രാവകങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ഇന്ന് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ അസ്വാഭാവികമായ സംശയാസ്പദമായ ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ പോലീസിനെ നിങ്ങൾ അറിയിക്കണം. പോലീസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് കഴിയുന്ന എത്രയോ ആളുകളെ ഇന്ന് ലഹരി കടത്തിന്റെ പേരിൽ പോലീസ് പിടികൂടി. ഇന്നലെ മിഞ്ഞാന്നുമായി കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ 2 അധ്യാപികമാരെ പോലീസ് പിടികൂടി. അധ്യാപകരുടെ ജോലി MDMA വിതരണം ചെയ്യുകയല്ല, വിൽക്കുകയല്ല, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ BRCയിൽ ഉണ്ടായിരുന്ന 2 അധ്യാപകരെ പോലീസ് പിടിച്ചത് MDMA എന്ന മാരക വിഷം മയക്കുമരുന്ന് വിറ്റു എന്നതിന്റെ പേരിലാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതുണ്ട്. നമ്മുടെ കുട്ടികളിലേക്ക് തന്നെ ഇത് എത്രയോ ആസൂത്രിതമായി നീങ്ങുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഏറ്റവും അതിനുശേഷം തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നൊരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. ഫിറ്റ്നസ് സെന്ററും ജിം സെന്ററും നടത്തി ആളുകളെ ആരോഗ്യവാന്മാരായിരിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ഒരു ജിം ട്രെയിനർ തുണിത്തരങ്ങളുടെ കൊറിയർ പാഴ്സലുകളുടെയും മറവിൽ കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവും MDMAയും പോലുള്ള രാസലഹരികളും എത്തിച്ചു കൊടുക്കുന്ന വലിയ ഒരു നെറ്റ്വർക്കിന്റെ തലവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വലിയ വലിയ ആളുകളെന്ന് നമ്മൾ കരുതുന്നവർ പോലും ഇതിന്റെ പ്രചാരകരും വിൽപ്പനക്കാരുമായി മാറുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണുന്നത്. സമൂഹത്തിൽ നല്ല നിലയിൽ മാന്യന്മാരായി നടക്കുമ്പോൾ ഇത്തരക്കാർ ഒളിഞ്ഞിരുന്ന് ഈ മയക്കുമരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ദാരുണമായ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ നേരിട്ടേ മതിയാകൂ. ഇന്നലെ ഞാൻ കാസർഗോഡായിരുന്നു. കാസർഗോഡും ഈ പായിപ്പാട് പോലെ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ജാഗരൺ റാലി ഉണ്ടായിരുന്നു. തുഫാൻ ജാഗരൺ റാലി. അതിൽ സ്ത്രീകളടക്കം പങ്കെടുത്ത ആളുകളുടെ എണ്ണം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അവരെല്ലാം ആഗ്രഹിക്കുന്നു ഈ മയക്കുമരുന്നിൽ ലഹരിയുടെ വേരുകൾ അറക്കണമെന്ന്. കുടുംബങ്ങൾ തകരുന്നു. നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നു. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് ഇനിയെങ്കിലും നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ നാട് ആപത്തിലേക്ക് നീങ്ങും. അതുണ്ടാകാൻ പാടില്ല. ഇന്ന് കോഴിക്കോട് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ സംഭവം വാസ്തവത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചതാണ്. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ വളരെ ജാഗ്രതയോടെ നമ്മൾ ഓരോരുത്തരും ഈ ലഹരിക്കെതിരായ പോരാട്ടം തുടരണം. ലഹരി മാഫിയയുടെ വേരുകൾ അത്ര ആഴത്തിലുള്ളതാണ്. ഇന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളുടെ അക്കൗണ്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഈ വടകരയിലെ 2 അധ്യാപകരുടെ ബാങ്ക് ബാലൻസ് പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. പുതിയ പുതിയ വാഹനങ്ങളിൽ അധ്യാപകർ വാങ്ങിക്കുന്നു. അതെല്ലാം കൂടി കണ്ടെത്തിയപ്പോഴാണ് ഈ ലഹരി മാഫിയ എത്രമാത്രം സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാനുള്ളത്. ഞാൻ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചത് കേരളം വഴിതെറ്റിപ്പോകുന്നുവെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. നമ്മുടെ യുവാക്കൾ, യുവതികൾ മയക്കുമരുന്നിന് അടിമകളായി, ലഹരിക്ക് അടിമകളായി മാറുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അത് നമ്മൾ വിചാരിക്കും, ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. ഓപ്പറേഷൻ തുഫാൻ സർക്കാരിന്റെ പദ്ധതിയാണെങ്കിലും ഇതിന്റെ ജനങ്ങളുടെ പദ്ധതിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും തുഫാൻ വാരിയറുകളായി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ പായിപ്പാടി തടിച്ചുകൂടിയിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും കേരള ഗവൺമെന്റിന്റെ പേരിൽ തുഫാൻ വാരിയറായി ഞാൻ പ്രഖ്യാപിക്കാൻ
ഈ അവസരം വിനിയോഗിക്കുകയാണ്. തുഫാൻ വാരിയറുടെ ലക്ഷ്യം ബോധവൽക്കരണ നടപടികൾ നടത്തുക. ലഹരി എവിടെയുണ്ടെങ്കിലും അത് പോലീസിനെ അറിയിക്കുക. നമ്മുടെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയാവുന്ന നിലയിൽ ഈ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരണം. നിങ്ങളോടൊപ്പം പോലീസുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് സമയം വിളിച്ചാലും പോലീസ് നിങ്ങളുടെ സഹായത്തിനെത്തും. പോലീസ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വിഷദ്രാവകങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ഇന്ന് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ അസ്വാഭാവികമായ, സംശയാസ്പദമായ ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ പോലീസിനെ നിങ്ങൾ അറിയിക്കണം. പോലീസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ജനപ്രതിനിധികൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. കാരണം കേരളം തകരാൻ പാടില്ല. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായി മാറാൻ പാടില്ല. ആരെങ്കിലും ലഹരി ഉപയോഗിച്ച് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഓപ്പറേഷൻ തുഫാൻ കെയർ എന്ന് പറയുന്നത്. ഇത് ചെത്തിപ്പുഴ ആശുപത്രി ഓപ്പറേഷൻ തുഫാൻ കെയറിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ 40ഓളം ആശുപത്രികൾ ഈ മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള ആളുകളെ ചികിത്സിച്ച് ഭേദമാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യുദ്ധം അത്ര എളുപ്പമുള്ളതല്ല. ഈ യുദ്ധം കഠിനമായ പരീക്ഷണങ്ങളിലൂടെ വിജയിക്കുന്നതാണ്. ധാരാളം വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ ഇന്ന് കേരള പോലീസ് സജീവമാണ്. സജീവമായ കേരള പോലീസിനോടൊപ്പം പഞ്ചായത്തുകളും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. എനിക്കറിയാം, मैं जानता हूं कि पाईपाड़ में बहुत सारे हमारे भाई बाहर से इधर आके अपने काम कर रहे हैं. हमारे प्रदेश से, बाहर से, बिहार से, बंगाल से, उड़ीसा से, कलकत्ता से बहुत सारे हमारे भाई लोग इधर आते हैं और काम करते हैं और अपने घर में वापस अपना जो कमाते हैं वो भेज देते हैं. आपको भी इसमें पूरी तरह ध्यान देना पड़ेगा. आपको भी घुमराने का काम हो रहे हैं. आपके हाथ में भी निशाले पदार्थों को देख करके आपको घुमराव करने का कोशिश बहुत सारे चल रहे हैं. मैं आपसे ये निवेदन करना चाहता हूं, जो लोग आपके पास नशीले पदार्थों को लेकर के आते हैं उनको आप इनकार कर दीजिए, मना कर दीजिए. आप उनको बता दीजिए मैं जिंदगी में ये नशीले पदार्थ खाने के लिए तैयार नहीं है. मेरे बाप हैं उधर, माताजी हैं उधर, हमारे और वाइफ है उधर, बच्चे हैं. मैं इधर काम करते हैं, उनके भलाई के लिए काम करते हैं. मैं जो कमाता हूँ वो मेरे घर बार को भेजने का है. ये नशीले पदार्थों को खाने के लिए नहीं है. ये बात आपको मन में रखना चाहिए. हमारे भाई जो खड़े आए हैं वो खड़े हो जाइए. आप सब खड़े हो जाइए. बोलो खावा दावा व्यवस्था हो से क्या केरल सुंदर जगह है? मैं इसलिए मैं आपसे बात करना चाहता हूँ. आपको ये नशीले पदार्थों को बिल्कुल खाना नहीं चाहिए. आप जो कमाते हैं, आप हम लोग अतिथि हैं, मेहमान हैं. हम लोग आपके वजह से केरला आगे जा रहे हैं. सो आपने जो कमाते हैं अपने जो घर में भेजना चाहिए. ये नशीले पदार्थों को पीछे मत जाना चाहिए. मैं आपको धन्यवाद देना चाहता हूँ. आप इसमें हमारे केरल की सरकार के इस योजना में शामिल करने के लिए आप लोग जो आया है, मैं आपको धन्यवाद देना चाहता हूँ. जिंदगी में कभी भी ये नशीले पदार्थों को बिल्कुल नहीं खाएगा.
ये प्रतिज्ञा आपको लेना है। धन्यवाद। जय हिंद।